Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammadin wa barik wa sallim alayhi. Allahumma ghfir lana warhamna wa liwalidina wa limashayikhina wa liasatidina wa limusannifi hadha al-kitab al-mubarak. Rabbi yassir wa la tu'assir. Rabbi zidna ilman wa hilman وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة لا إله إلا الله الحليم العظيم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات رب الأرضين ورب العرش الكريم اللهم وما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأحسن الوجوه كلها وأصوبها وأصواها فإنك على ما تشاء قدير وبالإجابة جدير نعم المولى ونعم النصير اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم لا إله إلا أنت سبحانك إني كنت من الظالمين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا رب العالمين ويا أرحم الراحمين. അപ്പോൾ അഹ്കാമു ശർഇയ്യ നമ്മൾ ചർച്ച ചെയ്തു, അതാണ് നമ്മുടെ ചർച്ചയിലുണ്ടായത്. അപ്പോൾ അഹ്കാമു ശർഇയ്യയിൽ ഒന്ന് വാജിബാണ്. അപ്പോൾ വാജിബാണ് എന്നുള്ള നിലക്ക് മിൻഹൈസു ഇന്നഹു വാജിബ്, വാജിബാണ് എന്ന നിലക്ക് ചെയ്താൽ കൂലി കിട്ടണം, ഉപേക്ഷിച്ചാൽ ശിക്ഷയും കിട്ടണം. ഇനി നമ്മൾ ഉദാഹരണം പറഞ്ഞത് നിസ്കാരം വാജിബാണ്. അപ്പം നിസ്കാരമാണ് വാജിബാണ് എന്നുള്ള നിലക്ക് നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടണം, നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയും കിട്ടും. അതേസമയം ചിലപ്പോൾ നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടൂല. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ശുറൂത്തുകള് ഫുറൂളുകള് അതെല്ലാം ഒത്തു കിട്ടിയിട്ട് നിസ്കരിക്കണം. അപ്പോഴേ ആ നിസ്കാരത്തിന് എന്ത് കിട്ടൂ? കൂലി കിട്ടൂ. അതാണ് നമ്മൾ പറഞ്ഞത് മിൻഹൈസു ഇന്നഹു വാജിബ്, വാജിബാണെന്ന നിലക്ക് മായുസാബു അലാ ഫീലിഹി വയുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലി കിട്ടുന്നത്, ഒഴിച്ചാൽ ശിക്ഷ കിട്ടുന്നത്. അത് മിൻഹൈസു ഇന്നഹു വാജിബ്, നിസ്കാരം പോലെ. അപ്പൊ നിസ്കാരം വാജിബാണ് എന്നുള്ള നിലക്ക് നിസ്കരിച്ചാൽ അവനിക്ക് കൂലി കിട്ടണം. ആ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേലെ അവനിക്ക് ശിക്ഷയും കിട്ടണം. അതേസമയം ചിലപ്പോൾ കൂലി കിട്ടൂല. എന്തുകൊണ്ടാ കൂലി കിട്ടാത്ത? ഒതുകൊടുക്കാണ്ട് നിസ്കരിച്ച് അതിന് കൂലി കിട്ടുമോ? അത് കിട്ടൂല. അതേസമയം ചിലപ്പോൾ ശിക്ഷ കിട്ടൂല. എന്തുകൊണ്ട്? ഓനെ അറിയാണ്ട് മറന്നുപോയിട്ടാണ് നിസ്കരിക്കാതിരുന്നത്. അപ്പൊ എന്ത് കിട്ടൂല? കുറ്റവും കിട്ടൂല. അപ്പൊ ശിക്ഷയും കൂലിയും ശിക്ഷയും കിട്ടുന്നത് മിൻഹൈസു ഇന്നഹു വാജിബ്. അതേസമയം ചില കാരണങ്ങളാൽ കൂലി കിട്ടാതെയും പോകും, ശിക്ഷ കിട്ടാതെയും പോകും. അത് ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് മിൻഹൈസു ഇന്നഹു വാജിബ്, വാജിബാണ് എന്നുള്ള നിലക്കാണ് ഈ കൂലിയും ഈ ശിക്ഷയും വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. അതാണ് അവിടെ പറഞ്ഞത്. ഇനി വുജൂബ് എന്നതുകൊണ്ട് വസ്ഫ് പറയപ്പെടുന്ന നിലക്ക് ആ കാര്യത്തിന് അവർക്ക് മായുസാബു അലാ ഫീലിഹി വയുആഖബു അലാ തർക്കിഹി ആണ്. ഇപ്പൊ മറ്റു ചില കാരണങ്ങളാൽ കൂലി കിട്ടാതെയും പോകാം, ശിക്ഷ കിട്ടാതെയും പോകാം. അത് മറ്റു ചില കാരണങ്ങളാൽ. അതേസമയം വാജിബാണ് എന്നുള്ള നിലക്ക് നിസ്കരിച്ചാൽ അവനിക്ക് കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷയും കിട്ടും. രണ്ടാമത്തതാണ് മന്ദൂബ്. മന്ദൂബ് ഷാഫി മദ്ഹബിലെ മന്ദൂബിന് സുന്നത്ത്, നഫില്, സുന്നത്ത്, നഫില് അതൊക്കെ അതിന്റെ പര്യായ പദങ്ങളാണ്.
മന്ദൂബ്, മുസ്തഹബ്, സുന്നത്ത്, നഫ്ലി, ഇതൊക്കെ ശാഫി മദ്ഹബില് മുതറാദിഫായ അൽഫാദുകളാണ്. എല്ലാത്തിൻ്റെയും മഅന ഒന്നാണ്. മറ്റു മദ്ഹബുകളിൽ അതിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ശാഫി മദ്ഹബ് നമ്മൾ ചർച്ചക്കെട്ടത്. അത് നമുക്ക് പിന്നീട് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചർച്ചയിൽ അത് വരുന്നുണ്ട്. മന്ദൂബ് മിൻ ഹൈസു വസ്ഫുഹു ബിൻ നദ്ബ്, നദ്ബ് എന്ന് അതിന് വസ്ഫ് പറയപ്പെടുന്ന സമയത്ത് എന്താണ് അതിന്റെ മഅന? മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലി കിട്ടുന്നത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടാത്തത്, അതിനാണ് മന്ദൂബ് എന്ന് പറയുക. നദ്ബ് എന്ന് വസ്ഫ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മന്ദൂബ് അതിന് നദ്ബ് ആ വസ്ഫ് പറഞ്ഞതുകൊണ്ട് ആ വസ്ഫ് പറയുന്ന നിലക്ക് മന്ദൂബിന്റെ ഇസ്തിലാഹിയായ മഅന എന്താണ്? മാ ഒരു സംഗതിയാണ്, ഒരു കൗലു ആകാം ഫെയിലു ആകാം. യുസാബു അലാ ഫെയിലിഹി, അത് ചെയ്താൽ അവന് പ്രതിഫലം കിട്ടും. വലാ യുആഖബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ അവന് ശിക്ഷ കിട്ടൂല. കണ്ടാ, ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലൽ സുന്നത്താണ്. അതിന്റെ മഅന എന്താ? സുന്നത്താണ്, മന്ദൂബാണ് എന്നൊക്കെ പറയാ, മുസ്തഹബാണ് എന്നൊക്കെ പറയാ. എന്താണ് അതിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിയാൽ അവനിക്ക് അതിന് പ്രതിഫലം കിട്ടും. ഇനി ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിയില്ല എന്നാ അയാൾക്ക് ശിക്ഷയും കിട്ടൂല. അതാണ് മന്ദൂബിന്റെ മഅന. മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി. സുന്നത്തായ ഒരുപാട് സംഗതികൾ നമുക്കറിയാം, ധാരാളം അവിടെയൊക്കെ വിശദീകരിക്കാനുണ്ട്. പക്ഷെ അങ്ങനെ വിശദീകരിച്ചാൽ നമ്മുടെ വറക്കാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ പേജുകളുള്ള സാധനമാണ്. അപ്പൊ അത് നീണ്ടുപോകും. അതുകൊണ്ട് കിതാബ് ചുരുങ്ങിയതുപോലെ, ചെറിയ കിതാബായതുപോലെ വിശദീകരണം നമുക്ക് ചെറുതാക്കാം. കാരണം ജമ്മുൽ ജവാമി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ജമ്മുൽ ജവാമിയിൽ ഇതിന്റെ നാനാ വർഷങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഓതാൻ അർഹമുർ റഹീമീനായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്തതാ. ദീനിന്റെ ഉസൂലാണ്. ജമ്മുൽ ജവാമി നന്നായിട്ട് ഓതുകയും പഠിക്കുകയും വേണം. അവിടെ വെച്ച് അതിനൊക്കെ വിശദീകരണം കിട്ടും. ഇവിടെ വർക്കാത്ത് കുറഞ്ഞ പേജുള്ള ചെറിയ കിതാബായതുകൊണ്ട് വിശദീകരണം നമുക്ക് ചുരുക്കാം. മന്ദൂബ് മിൻ ഹൈസു വസ്ഫുഹു ബിൻ നദ്ബ്, നദ്ബ് എന്ന് അതിന്റെ വസ്ഫ് പറയുന്ന നിലക്ക് മന്ദൂബിന്റെ മഅന എന്താ? മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലി കിട്ടുന്നത്, ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടാത്തത്. വാജിബും മന്ദൂബും തമ്മിലുള്ള വ്യത്യാസം തിരിഞ്ഞില്ലേ? എവിടെ വ്യത്യാസമുള്ളൂ? വലാ യുആഖബു അലാ തർക്കിഹി എന്നിടത്ത് വയുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലി കിട്ടുന്നത്, ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടുന്നത് വാജിബ്, ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടാത്തത് മന്ദൂബ്. അതും അവിടെ പറഞ്ഞു മിൻ ഹൈസു വസ്ഫുഹു ബിൻ നദ്ബ് എന്ന് പറഞ്ഞു. ഇപ്പോ ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് മന്ദൂബാണ് അല്ലെങ്കിൽ സുന്നത്താണ്. അപ്പൊ ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനിക്ക് എന്താണ്? കൂലി കിട്ടണം. ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടൂല. ഇനി അതേസമയം ഒരാൾ ഒന്നുമില്ലാണ്ട് 2 റക്അത്ത് സുന്നത്ത് വെക്കിരിച്ച് അതിനക്ക് കൂലി കിട്ടൂലല്ലോ. അതേസമയം മിൻ ഹൈസു ഇന്നഹു മന്ദൂബ്, അത് മന്ദൂബാണ് എന്നുള്ള നിലക്ക് അവനിക്ക് കൂലി കിട്ടും. മറ്റു ചില സംഗതികൾ ആര്യവാകൽ കൊണ്ട് ചിലപ്പം കൂലി കിട്ടൂല, മറിച്ച് ശിക്ഷ കിട്ടിപ്പോകും. ഇതുപോലെ ഒന്നുമില്ലാണ്ട് നിൽക്കിച്ചാൽ കുറ്റം കിട്ടുമല്ലോ അത്. ഇനി മറ്റൊന്നാണ് മുബാഹ്. വൽ മുബാഹ് മിൻ ഹൈസു വസ്ഫുഹു ബിൽ ഇബാഹത്തി, ഇബാഹത്ത് എന്ന് അതിന് വസ്ഫു പറയുന്ന സമയത്ത് മാലാ യുസാബു അലാ ഫീലിഹി വ തർക്കിഹി വലാ യുആഖബു അലാ തർക്കിഹി വ ഫീലിഹി, ചെയ്താലും
ഉപേക്ഷിച്ചാലും ചെയ്താലും കൂലി കിട്ടൂല, ചെയ്തിട്ടില്ലെങ്കിലും കൂലി കിട്ടൂല. ചെയ്താലും ശിക്ഷ കിട്ടൂല, ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ കിട്ടൂല. അതിനാണ് മുബാഹ് എന്ന് പറയുന്നത്. നമ്മുടെ ജായിസാണ് ഹലാലാണെന്നൊക്കെ പറഞ്ഞില്ലേ, ജായിസ് ഹലാല് അതൊക്കെ മുബാഹിന്റെ മുത്രാദിഫായ ലഫ്ലുകളാണ്. അപ്പൊ അത് ഹലാലാണ് അല്ലെങ്കിൽ അത് ജായിസാണ്. മസലൻ ഒരാൾക്ക് കടുത്ത ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾ പോയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച്, നല്ല ചൂട്, ആ ചൂട് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് അയാൾ പോയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ അയാൾക്ക് കൂലിയും കിട്ടൂല, കുളിച്ചിട്ടില്ലെങ്കിൽ കൂലി കിട്ടൂല. കുളിച്ചാലും കൂലി കിട്ടൂല, കുളിച്ചിട്ടില്ലെങ്കിലും കൂലി കിട്ടൂല. അപ്പൊ ആ ഫെയില് ചെയ്താലും കൂലിയില്ല, ചെയ്തിട്ടില്ലെങ്കിലും കൂലിയില്ല. അതേസമയം ഓൻ്റെ ഒരു പ്രശ്നം തീർന്നു എന്നുള്ളത് മാത്രം. അതിനാണ് മുബാഹ്, ഹലാല്, ജായിസ് എന്നൊക്കെ പറയുന്നത്. ചെയ്താലും കൂലി കിട്ടൂല, ഉപേക്ഷിച്ചാലും കൂലി കിട്ടൂല. ചെയ്തിട്ടില്ലെങ്കിലും കൂലി കിട്ടൂല, ചെയ്താലും കൂലി കിട്ടൂല. രണ്ടായാലും കൂലിയും ശിക്ഷയില്ല. അതിനാണ് മുബാഹ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് ചൂടുള്ള സമയത്ത് പോയിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുളിക്കുക, നല്ല ചിക്കൻ കറി വെച്ചിട്ട് കഴിക്കുക, കുഴിമന്തി കഴിക്കുക. അതെല്ലാം ജായിസായ കാര്യമാണ്. കുഴിമന്തി കഴിക്കൽ സുന്നത്തുമില്ല, വാജിബുമില്ല, ഹറാമുമില്ല, കറാഹത്തും ഒന്നുമില്ല. അത് കഴിക്കാല. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, അത് നല്ലതാണ്. നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താ, കഴിച്ചാൽ കൂലിയും കിട്ടൂല, കഴിച്ചിട്ടില്ലെങ്കിലും കൂലി കിട്ടൂല. രണ്ടായാലും അവിടെ കൂലിയില്ല, ശിക്ഷയില്ല. അതൊക്കെ ഹലാലാണ്. നല്ല വസ്ത്രം ധരിക്കുക, അങ്ങനെ പലതുമില്ലേ. ഇതിനാ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞിട്ട് സമയം കൂട്ടുന്നത്. നമുക്കൊരു1000 കാര്യങ്ങളെ പറ്റി അറിയില്ല. അത് ജായിസാണ്, അത് ജായിസാണ്, അത് ജായിസാണ്. അപ്പൊ അത് ജായിസാണ് എന്നുള്ള നിലക്ക് അതിന് കൂലിയും കിട്ടൂല, പിന്നെ ശിക്ഷയും കിട്ടൂല. ചെയ്താലും കിട്ടൂല, ഉപേക്ഷിച്ചാലും കിട്ടൂല. അതിനാണ് മുബാഹ്, ജായിസ്, ഹലാല് എന്നൊക്കെ പറയുന്നത്. വൽ മുബാഹു മിൻ ഹൈസു വസ്ഫുഹു ബിൽ ഇബാഹത്തി മാ ലാ യുസാബു അലാ ഫീലിഹി വതർക്കിഹി വലാ യുആഖബു അലാ തർക്കിഹി വഫീലിഹി ഐ മാ ലാ യതഅല്ലഖു ബികുല്ലി മിൻ ഫീലിഹി വതർക്കിഹി സവാബുൻ വലാ ഇഖാബുൻ. ചെയ്യുന്നതിന്റെ മേൽ ഒഴിവാക്കുന്നതിന്റെ മേൽ സവാബും ബന്ധിക്കൂല, ഇഖാബും ബന്ധിക്കൂല. ചെയ്താലും കൂലി കിട്ടൂല, ഉപേക്ഷിച്ചാലും കൂലി കിട്ടൂല. ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ കിട്ടൂല, ചെയ്താലും ശിക്ഷ കിട്ടൂല. അതിനാണ് മുബാഹ്, ജായിസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഒക്കെ മനസ്സിലാക്കണം മക്കളെ. വൽ മഹ്ദൂറു മിൻ ഹൈസു വസ്ഫുഹു ബിൽ ഹദർ. മഹ്ദൂറിന് നമ്മൾ പറയില്ല ഹറാമ് എന്നാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൻ ഹൈസു വസ്ഫുഹു ബിൽ ഹദർ. ഹദർ കൊണ്ട് അതിന്റെ വസ്ഫു പറയുമ്പോൾ അയ്യൽ ഹുർമത്തി. ഹദർ എന്ന് പറഞ്ഞാൽ ഹുർമത്ത്, ഹറാം. ഒരു സാധനം അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മായിസാബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ കൂലി കിട്ടും. ഇംതിസാലൻ, അല്ലാഹു തആലയുടെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട്. അല്ലാഹു തആല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കള്ള് കുടിക്കുന്നില്ല എങ്കിൽ കള്ള് കുടിക്കാത്തതിന് അവനിക്ക് കൂലി കിട്ടും. അല്ലാഹു തആല കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൽപ്പനയെ ഞാൻ അംഗീകരിക്കുന്നു. ആ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഞാൻ കള്ള് കുടിക്കുന്നില്ല എന്നൊറ്റം തീരുമാനിച്ചിട്ട് കള്ള് കുടിക്കാതിരുന്നാൽ അവനിക്ക് കൂലി കിട്ടും. ഇനി കള്ള് കുടിക്കാത്തത് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, കള്ളിന്റെ വാസന സഹിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഓന്റെ തബഴ്, അവനിക്ക് പ്രകൃതിയ ആ സാധനത്തിനോട് താല്പര്യമില്ല എന്നല്ലാതെ അല്ലാഹു തആല വിലക്കിയത് കൊണ്ട്, അല്ലാഹു തആലയുടെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് വേണ്ട എന്ന് വെച്ചതല്ല. എന്നാൽ അവനിക്ക് അതിന് കൂലി കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം?
അത് അല്ലാഹു തആല കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്. കള്ള് കുടിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, അതിനോട് വലിയ താല്പര്യമുണ്ട്. കുടിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല അത് ഹറാമാണ്, കുടിക്കരുത് എന്ന് ദീന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് എങ്കിൽ അവർക്ക് അതിന് കൂലി കിട്ടും. ശ്രദ്ധിക്കണേ. വൽ മഹ്ദൂറു മിൻ ഹൈസു വസ്ഫുഹു ബിൽ ഹദരി അയൽ ഹുർമത്തി മാ യുസാബു അലാ തർക്കിഹി ഇംതിസാലൻ. ആ ലഫ്ള് മക്കൾ ഓർമ്മിക്കണം. അവിടെ എന്തിനാ ഇംതിസാലൻ എന്ന് കൂട്ടിക്കൊടുത്തത്? അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വേണ്ടി. അല്ലാഹു തആല കുടിക്കരുത് എന്ന് അവന്റെ കൽപ്പന ഉള്ളത് കൊണ്ട് ആ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ടാണ് കുടിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവനിക്ക് കൂലി കിട്ടുമെന്ന് പറഞ്ഞത്. ഇനി പ്രകൃതിയ കള്ളിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്തോ കാരണത്താൽ എന്നല്ലാണ്ട് അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ടല്ല, എന്നാൽ അവനിക്ക് എന്ത് കിട്ടൂല? ആ സംഗതി ഒഴിവാക്കിയതിന്റെ പേരിൽ കൂലി കിട്ടൂല. വയുആഖബു അലാ ഫീലിഹി, ചെയ്തതിന്റെ മേൽ ശിക്ഷിക്കപ്പെടും. കള്ള് കുടിച്ചാൽ കള്ള് കുടി ഇക്കാരണത്താൽ ഒഴിവാക്കിയാൽ അവനിക്ക് കൂലി കിട്ടും, കുടിച്ചാൽ ശിക്ഷയും കിട്ടും. കണ്ടില്ലേ? അപ്പൊ ചെയ്താൽ കുറ്റം കിട്ടുന്നത്, ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്നത്. അതിനാണ് മഹ്ദൂറ് ഹറാമ് എന്ന് പറയുന്നത്. മഹ്ദൂറ് ഹറാമ് മഅസിയത്ത് ദംബ് ഹജർ എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയും. അത് മഹ്ജൂറാണ്, അത് ചെയ്താൽ അവനിക്ക് ദംബ് കിട്ടും, അത് മഅസിയത്താണ്, അത് ഹറാമാണ്, അത് മഹ്ദൂറാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മഹ്ദൂറ് ഹറാമ് മഅസിയത്ത് ദംബ് ഹജർ ഇതൊക്കെ മുതറാദിഫായ അൽഫാദുകളാണ് എന്നാണ് ഒരേ ഭാഗം ഉസൂലിന്റെ ഉലമാക്കൾ പറയുന്നത്. അപ്പോൾ ഹറാമ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യാതിരുന്നാൽ അതിന് കൂലി കിട്ടും. ഉപേക്ഷിച്ചാൽ അതെ അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ആ ഫെയില് ചെയ്യാതിരുന്നാൽ അവനിക്ക് കൂലി കിട്ടും, ചെയ്താൽ ശിക്ഷ കിട്ടും. അവിടെ ചെയ്യുന്നിടത്ത് അള്ളാഹിന്റെ കൽപ്പനക്ക് വഴിപ്പെടാതിരിക്കുക എന്നുള്ളതല്ല. അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ട് ചെയ്യാതിരിക്കുക. അല്ലാഹു തആല കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കള്ള് കുടിക്കാതിരുന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാണ്ട് അവനിക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, കുടിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുടിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ കുടിക്കാത്തത്? അല്ലാഹു തആല കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല അതിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട്. അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ടാണ് കുടിക്കാതിരിക്കുന്നത്. എന്നാൽ അല്ലാഹു തആല അവനിക്ക് കൂലി കിട്ടും, കൂലി കൊടുക്കും, ചെയ്താൽ ശിക്ഷയും കിട്ടും. ഇനി ഈ ചെയ്താൽ കൂലി കിട്ടുന്നത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുന്നത്, അതൊക്കെ എന്തുകൊണ്ടാ? ഈ കൂലി കിട്ടുന്നത്, ഒരാളിപ്പോ കള്ളു കുടിച്ചില്ല, അത് അല്ലാഹു തആല കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുടിക്കാതിരുന്നത്. അല്ലെങ്കിൽ നിസ്കരിച്ച് കൃത്യമായ നിരക്ക്, അതിനിപ്പോ അല്ലാഹു തആല പ്രതിഫലം തരുന്നത് അവനിക്ക് ബാധ്യത ഉള്ളത് കൊണ്ടാണോ? ഫൈൻ യുസിബിന ഫബിമഹ്ദിൽ ഫദ്ലി വൈൻ യുഅദ്ദബ് ഫബിമഹ്ദിൽ അദ്ലി. കണ്ട, കൂലി കിട്ടുന്നത് അത് അല്ലാഹു തആലന്റെ ഫദ്ലാണ്, അല്ലാഹു തആലന്റെ റഹ്മത്താണ്. തരണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കുകയും ചെയ്യാം. എന്നല്ലാണ്ട് എനിക്ക് തരല് നിർബന്ധമൊന്നുമല്ല. ഒരാളെ നിസ്കരിച്ച് അയാൾക്ക് കൂലി കൊടുക്കൽ നിർബന്ധം അല്ലാഹു തആലക്ക്. ഫബിമഹ്ദിൽ ഫദ്ലി, അല്ലാഹു തആലന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ടാണ് കൂലി കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യാത്തതിന് അല്ലാഹു തആല ശിക്ഷിക്കുന്നതോ?
വയുഅദ്ദബ് ഫബിമഹ്ദിൽ അദ്ലി. ഇത് അല്ലാഹു തആലയുടെ അദ്ലാണ്. ഒരു കള്ള് കുടിച്ചവന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹു തആലയുടെ അദ്ലാണ്. അല്ലാഹു തആല ചെയ്യുന്ന ഗുൽമെന്നല്ല. ഒരാൾക്ക് അല്ലാഹു തആല കള്ള് കുടിച്ചതിന് ശിക്ഷ കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുന്നത് അവിടെ നമുക്ക് ചോദിക്കാറൊന്നുമില്ല. ആ ശിക്ഷ കൊടുത്തത് ഫബിമഹ്ദിൽ അദ്ലി. മറ്റവനെ അല്ലാഹു തആല ശിക്ഷിക്കാതെ വിട്ടതോ ഫബിമഹ്ദിൽ ഫദ്ലി. അപ്പൊ നിർബന്ധമായ കാര്യം ചെയ്തതിന് അല്ലെങ്കിൽ ഹറാമായ കാര്യം ഉപേക്ഷിച്ചതിന് സുന്നത്തായ കാര്യം ചെയ്തതിന് അതിനൊക്കെ അല്ലാഹു തആല സവാബ് നൽകുന്നത് ഫബിമഹ്ദിൽ ഫദ്ലി. അല്ലാഹു തആലയുടെ റഹ്മത്ത് കൊണ്ടുവൻ ചെയ്തതാണ്. അവനക്ക് ചെയ്യാതിരുന്നാൽ അതെന്തല്ല, ഒരാൾക്ക് ചോദ്യം ചെയ്യാനോ അല്ലാഹു തആല ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാനോ ഒന്നും പറ്റൂല. നന്മ ചെയ്തവന് കൂലി കൊടുക്കുന്നത് അല്ലാഹു തആലയുടെ ഫദ്ലാണ്. തിന്മ ചെയ്തവന് ശിക്ഷ കൊടുക്കുന്നത് ഇത് അല്ലാഹു തആലയുടെ അദ്ലാണ്, നീതിയാണ്. രണ്ടും അല്ലാഹു തആലക്ക് ചെയ്യാം. ഇത് അല്ലാഹു തആലനെ അതിൽ ചോദ്യം ചെയ്യാനോ മറ്റൊന്നും പറ്റൂല. അപ്പൊ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞ്, വാജിബ് പറഞ്ഞ്, മന്ദൂബ് പറഞ്ഞ്, മഹ്ദൂറും പറഞ്ഞ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വാജിബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി വയുആഖബു അലാ തർക്കിഹി. മന്ദൂബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി. മഹ്ദൂർ എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ തർക്കിഹി വയുആഖബു അലാ ഫീലിഹി. മുബാഹ് എന്ന് പറഞ്ഞാൽ മാ ലാ യുസാബു അലാ ഫീലിഹി വതർക്കിഹി വലാ യുആഖബു അലാ തർക്കിഹി വഫീലിഹി. ഈ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓരോന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മഹ്ദൂറിന്റെ മുത്രാദിഫായ പദങ്ങളാണ് ഹറാമ്, മഅസിയത്ത്, ദംബ്, ഹജർ. മന്ദൂബിന്റെ മുത്രാദിഫായ പദങ്ങളാണ് സുന്നത്ത്, നഫില്. മുബാഹിന്റെ മുത്രാദിഫായ പദങ്ങളാണ് ജായിസ്, ഹലാൽ. അപ്പോൾ ഈ വസ്തുക്കൾക്കൊക്കെ ഈ വസ്തു പറയുന്ന സമയത്ത് അതിന്റെ ഇസ്തിലാഹിയായ മഅനകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ ഇസ്തിലാഹിയായ മഅനയ്ക്ക് എതിരായിട്ട് വരാം എപ്പോൾ ആ സംഗതിക്ക് ഏതെങ്കിലും നിലക്കുള്ള ന്യൂനതകളോ മറ്റോ വരുന്ന സമയത്ത്. അതിന്റെ മിസാലാണ് നമ്മൾ പറഞ്ഞത്. ഒരാൾ നിസ്കരിച്ച് ളുഹ്ർ നിസ്കരിക്കൽ വാജിബാണ്. വാജിബാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിസ്കരിച്ചാൽ അവന് കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷയും കിട്ടും. ഒരാൾ ഒന്നുമില്ലാണ്ട് നിസ്കരിച്ച്, ഒന്നുമില്ലാണ്ടാണ് ളുഹ്ർ നിസ്കരിച്ചത്, എന്നാൽ അയാൾക്ക് ശിക്ഷ കിട്ടും. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് അത് വാജിബാണ്, ഇത് മന്ദൂബാണ്, ഇത് മുബാഹാണ്, ഇത് മഹ്ദൂറാണ് എന്ന നിലക്കാണ് നമ്മൾ ഈ തഅരീഫ് പറഞ്ഞത്.